ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. വീട്ടിൻ്റെ ബ്രഹ്മസ്ഥാനം, അതിൻ്റെ സീറ്റ് ഓഫ് എനർജി നമുക്ക് വേണമെങ്കിൽ പറയാം. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ പ്ലോട്ടിന് ഒരു ബ്രഹ്മസ്ഥാനമുണ്ട്. ആ ബ്രഹ്മസ്ഥാനം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ നിഴൽ എന്ന് പറയുന്നത്, നമ്മളിപ്പം വീട്ടിൻ്റെ പ്ലോട്ടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ നിഴൽ എല്ലാം കാണുന്നതായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൃക്ഷം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാര്യം ആ വൃക്ഷത്തിനെ നമ്മൾ നിഴൽ ഒരിക്കലും ബ്രഹ്മസ്ഥാനത്ത് പതിക്കാത്ത രീതിയിൽ വേണം ആ പ്ലോട്ടിനെ ക്രമീകരിക്കേണ്ടത്. വീട് പണി മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. വീട് പണിക്ക് ശേഷമല്ല ഞാൻ പറയുന്നത്. വീട് പണി സമയത്ത് ബ്രഹ്മസ്ഥാനത്ത് ഈ വസ്തുവിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് നിഴലുകൾ പതിക്കാത്ത രീതിയിൽ വേണം. അപ്പോൾ ചിലപ്പോൾ അടുത്തുള്ളൊരു വീട്, സിറ്റിയിലുള്ള വീടൊക്കെ ആണെങ്കിൽ അടുത്തുള്ള വീടിൻ്റെ നിഴൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് പ്രാക്ടിക്കലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ പല കാര്യങ്ങളും പിന്നെ ബ്രഹ്മസ്ഥാനത്തിൻ്റെ ചെറിയൊരു മണ്ഡലം വെച്ചിട്ടുള്ള റീപൊസിഷനിങ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതൊരു വേറൊരു അതിനൊരു എക്സ്ട്രാ കാര്യമാണ്. അത് നമുക്ക് ചെയ്യുന്നതിന് വളരെ സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. അത് മണ്ഡലത്തിൻ്റെ ബ്രഹ്മസ്ഥാനം നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് ആ ഷാഡോ ഒഴിവാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വൃക്ഷങ്ങൾ അതുപോലുള്ള കാര്യങ്ങളിലാണ് ഈ ഷാഡോ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴിയുന്നത് ആ വൃക്ഷത്തിനെ ഒഴിവാക്കി തന്നെ പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.